പറയുന്നത് ഫസ്റ്റ് പ്രൈസായിട്ട് എൻ്റെ വീടും പിന്നെ 64 സെൻറ്റ് സ്ഥലവുമാണ് വയ്ക്കുന്നത്. സെക്കൻഡ് പ്രൈസ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾട്ടോ കാറാണ്. മൂന്നാമത്തെ പ്രൈസായിട്ട് ഒരു മൊബൈൽ ഫോണും 4ഉം 5ഉം സ്വർണ്ണ കോയിനുമാണ് കൊടുക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് അസുഖം കാരണം, ക്യാൻസറിൻ്റെ അസുഖം കാരണം ഞങ്ങൾക്ക് ഇത്തിരി കടങ്ങളൊക്കെ ആയി. മോന് കിഡ്നിയുടെ അസുഖം വന്നു. അത് ഭയങ്കര സീരിയസ് ആയിട്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ വീടും സ്ഥലമൊക്കെ ഞങ്ങൾ വെച്ചത്. ചെറിയ ബാങ്കിൽ നിന്നൊക്കെ ലോണുകളൊക്കെ എടുത്ത് അതൊന്നും അടയ്ക്കാൻ വയ്യാതെ ഇപ്പം എല്ലാം കൂടി വലിയ കടമായി ഞങ്ങളുടെ വീടും സ്ഥലവും ജപ്തിക്ക് ആയിരിക്കുകയാണ്. ഒന്ന് സഹായിക്കണം. നിങ്ങൾക്ക് പറ്റാത്തവർ ഇത് ഷെയർ ചെയ്തെങ്കിലും മറ്റുള്ളവരെ അറിയിപ്പിച്ച് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഞങ്ങൾ കടത്തിൽ മൂടി നിൽക്കുകയാണ്. ഞങ്ങളൊരു അമ്മയാണ് ഇത് പറയണമെന്ന് കരുതി നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. രോഗപീഠയും ദാരിദ്ര്യവും കൊണ്ട് ജീവിതം ഇരുട്ടിലായ ജയശ്രീ തന്റെ കിടപ്പാടം സന്തോഷപൂർവ്വം വിൽക്കാനൊരുങ്ങുകയാണ്. കിളിമാനൂർ അടയമൺ സ്വദേശിയായ ജയശ്രീയുടെ മകനു വേണ്ടി ചിലവാക്കിയത് ലക്ഷങ്ങളാണ്. കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഭീമമായ തുകയാണ് മകനു വേണ്ടി ചിലവാക്കിയത്. കൂട്ടത്തിൽ കിടപ്പാടവും ജിപ്തിയുടെ വക്കിലായി. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഞെരുങ്ങിയ ജയശ്രീ ഇന്ന് ലക്കി ഡ്രോ നറുക്കെടുപ്പിലൂടെ കടക്കെണിയിലായ തന്റെ വീട് തിരിച്ചെടുത്ത് സന്തോഷപൂർവ്വം നൽകുകയാണ്. എൻ്റെ പേര് ജയശ്രീ എന്നാണ്. ഞാൻ കിളിമാനൂർ പയ്യാനാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. എനിക്ക് എൻ്റെ വീടും സ്ഥലവും കൂടി ഞാൻ ഇപ്പോൾ ഒരു നറുക്കെടുപ്പിൽ വെക്കുകയാണ്. 64 സെൻറ്റ് സ്ഥലവും ഒരു 1200 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടുമാണ് വയ്ക്കുന്നത്. എൻ്റെ വീടും സ്ഥലവും ഇപ്പം ബാങ്കിലിരിക്കുകയാണ്. എനിക്ക് കടം കാരണമാണ് ഞാനിത് ചെയ്യണത്. ഫസ്റ്റ് പ്രൈസായിട്ട് എൻ്റെ വീടും പിന്നെ 64 സെൻറ്റ് സ്ഥലവുമാണ് വയ്ക്കുന്നത്. സെക്കൻഡ് പ്രൈസ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾട്ടോ കാറാണ്. മൂന്നാമത്തെ പ്രൈസായിട്ട് ഒരു മൊബൈൽ ഫോണും 4ഉം 5ഉം സ്വർണ്ണ കോയിനുമാണ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് എൻ്റെ അമ്മയ്ക്ക് അസുഖം കാരണം, ക്യാൻസറിൻ്റെ അസുഖം കാരണം ഞങ്ങൾക്ക് ഇത്തിരി കടങ്ങളൊക്കെ ആയിപ്പോയി. അത് അമ്മയെ അസുഖമൊക്കെ ആയി ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് മോന് കിഡ്നിയുടെ അസുഖം വന്നു. അത് ഭയങ്കര സീരിയസ് ആയിട്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ വീടും സ്ഥലമൊക്കെ ഞങ്ങൾ വെച്ചത്. അത് കടമിടാൻ വേണ്ടി ഞങ്ങൾക്ക് പൈസയൊന്നും തികയാതെ വന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരെയൊന്നും ചെറിയ ബാങ്കിൽ നിന്നൊക്കെ ലോണുകളൊക്കെ എടുത്ത് അതൊന്നും അടയ്ക്കാൻ വയ്യാതെ ഇപ്പം എല്ലാം കൂടി വലിയ കടമായി ഞങ്ങളുടെ വീടും സ്ഥലവും ജപ്തിക്ക് ആയിരിക്കുകയാണ്. ഈ മാസം 8-ാം തീയതി അത് അടയ്ക്കണമെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഞങ്ങളിത് വിൽക്കാൻ വേണ്ടി ഞങ്ങൾ പലതും നോക്കി. അപ്പോൾ വീടും സ്ഥലവും നോക്കി വരണവർ നിസ്സാര പൈസയാണ്. കടം കാരണം അവർ ലോൺ ഇരിക്കുന്ന സ്ഥലമായതുകൊണ്ട് നിസ്സാര പൈസയാണ് ഇപ്പം പറയണത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും ഞങ്ങൾ കടത്തിൽ തന്നെ കിടക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു നറുക്കെടുപ്പ് ചെയ്യുകയാണ്. അതാണ് നല്ലവരായ നിങ്ങളെല്ലാവരും ഞാൻ 1000 രൂപയാണ് ഒരു കൂപ്പൺ. ആ കൂപ്പൺ എടുത്ത് എന്നെ സഹായിക്കണം. എനിക്ക് അല്ലാതെ യാതൊരു നിവൃത്തിയില്ല. 1000 ഒരു കൂപ്പണും പിന്നെ 2 മാസത്തിനകമാണ് ഞങ്ങളിത് നറുക്കെടുക്കണത്. ലക്കി ഡ്രോയിലൂടെ കൂപ്പൺ വാങ്ങിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വീടും മറ്റനവധി സമ്മാനങ്ങളും നൽകുകയാണ്. 1-ാം സമ്മാനം ഒരു വീടും 64 സെൻറ്റ് സ്ഥലവും, 2-ാം സമ്മാനം ആൾട്ടോ കാറും, 3-ാം സമ്മാനം ഐഫോണും, 4-ാം സമ്മാനം സ്വർണ്ണ നാണയങ്ങളും, 5-ാം സമ്മാനവും സ്വർണ്ണ നാണയം നൽകുകയാണ്. കൂടുതൽ വിശദമായ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ ജയശ്രീയുമായി ബന്ധപ്പെടുക. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ നറുക്കെടുപ്പിലൂടെ ഞങ്ങളെ ഒന്ന് സഹായിച്ച് നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം. നിങ്ങൾക്ക് പറ്റാത്തവർ ഇത് ഷെയർ ചെയ്തെങ്കിലും മറ്റുള്ളവരെ അറിയിപ്പിച്ച് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഞങ്ങൾ കടത്തിൽ മൂടി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് സന്തോഷത്തോടെയാണ് ഞാൻ ഈ സ്ഥലവും 64 സെൻറ്റ് സ്ഥലമാണ് ഫസ്റ്റ് പ്രൈസ് നൽകണത്. പിന്നീട് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാറും പിന്നെ ഒരു മൊബൈൽ ഫോണും 2 പേർക്ക് ഓരോ കോയിനുമാണ് കൊടുക്കുന്നത്. നിങ്ങളെല്ലാവരും സഹകരിച്ച് ഞങ്ങളെ സഹായിച്ച് തീരുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. ഞങ്ങളല്ലെങ്കിൽ കടത്തി കിടന്ന് മൂങ്ങും. ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാരിൽ നിന്ന് പലിശയ്ക്കും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് കൊടുക്കാനും നിവൃത്തിയില്ല. എല്ലാം കൂടി ആയപ്പം ഞങ്ങൾ ആകെ തകർന്നിരിക്കുകയാണ്. ഒത്തിരി നല്ലവരായ നിങ്ങളെല്ലാവരും നിങ്ങളൊരു അമ്മയാണ് ഇത് പറയണമെന്ന് കരുതി നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. ഞങ്ങൾക്കല്ലാതെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആരും സ്വന്തം കിടപ്പാടം ഇങ്ങനെ ചെയ്യൂലല്ലോ. ഞങ്ങൾക്ക് പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ 1 സെൻറ്റ് പോലും ഇല്ലെങ്കിലും ഞങ്ങൾ സന്തോഷത്തോടെ തന്നെയാണ്. ഞങ്ങൾ എവിടെയെങ്കിലും വാടകയ്ക്ക് പോയി താമസിച്ചോളാം. ഞങ്ങൾ സന്തോഷത്തോടെ തന്നെയാണ് തരണത്.